Hello my dear friends, welcome back to Cypro. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് January 1 ആണ്. ഇനി ആരും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ജെഎസോടെ ലാസ്റ്റ് ഡേറ്റ് January 1 ആണ്. കുറേ കുട്ടികൾ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഈ ഒരു ഇപ്പോൾ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടാവില്ല. PSCക്ക് പഠിക്കുന്ന കുട്ടികളൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും സയൻസിൽ. കുറച്ച് പേര് മാത്രമായിരിക്കും. ഇപ്പോൾ മൈക്രോബയോളജിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവർക്കിപ്പോൾ മൈക്രോബയോളജിസ്റ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു, സാനിറ്ററി കെമിസ്റ്റിൻ്റെ കഴിഞ്ഞു, FSOടെ വരാൻ പോകുന്നു, ഇനി ജെഎസോടെ. അപ്പോൾ അവർ കുറച്ച് വരുന്നുണ്ട്, അടുത്തടുത്ത് വരുന്നുണ്ട്. അവർക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസാണ്. ബയോ കെമിസ്ട്രിക്കാരും അതുപോലെ തന്നെ MLTക്കാരും ലാബ് ടെക്നീഷ്യനും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അവർ നോക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ഇതൊന്നും അറിയില്ലാതെ അല്ലെങ്കിൽ ഈ ഒരു കാര്യം അറിയാതെ ചിലപ്പോൾ വീട്ടിലിരിക്കുന്നു പോയ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്ന് പോയ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയും നന്നായിട്ട് പഠിക്കുന്നതും നന്നായിട്ട് ചിലപ്പോൾ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് ഒക്കെ ഒത്തിരി ആഗ്രഹമുള്ളവർ തന്നെയും വീട്ടിലിരുന്ന് പോയ കുറേ സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ എസ്പെഷ്യലി പെൺകുട്ടികളുടെ കാര്യത്തിൽ കല്യാണം കഴിഞ്ഞ് പോയ ആളുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. അറ്റ്ലീസ്റ്റ് അവർക്ക് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരൊന്ന് അപ്ലൈ ചെയ്ത് അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ ഇനി എക്സാമിനേഷനൊക്കെ വരും, അതിനൊക്കെ പഠിക്കണം എന്നെങ്കിലും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനൊന്നും ആരും ഉണ്ടാവില്ല. അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പുറത്തോട്ട് എത്തിക്കാൻ എന്നാലല്ലേ അവർക്ക് പഠിച്ച് ജോലിക്കൊക്കെ കയറാൻ പറ്റുള്ളൂ. ഇതല്ലെങ്കിൽ അടുത്ത ജോലി, അടുത്ത പോസ്റ്റ്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യണത്, ജൂനിയർ സയൻറ്റിഫിക് ഓഫീസറിന് കെമിസ്ട്രി പഠിക്കണോ? നമുക്ക് ലാബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. കാരണം നിങ്ങളുടെ ജോബ് എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യുക, എന്തെങ്കിലും ഔട്ട് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. അപ്പോൾ ലാബ് റിലേറ്റ് ചെയ്തിട്ട് എല്ലാം ഒന്ന് സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലാബിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം പഠിക്കണം. അപ്പോൾ നമ്മൾ സിലബസിൽ എന്തെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ ജൂനിയേഴ്സായിട്ട് അവിടെയുള്ള ആളുകൾക്ക് നിങ്ങളെക്കാളും അറിവുള്ളവരായിരിക്കും. അവർ ചിലപ്പോൾ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആളുകളായിരിക്കും. പറഞ്ഞു പഠിപ്പിക്കുകയല്ല, എക്സാമിനേഷൻ എഴുതി നിങ്ങൾ ചെല്ലുക ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ലീവ് എടുക്കുക എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ പറയണത് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അറിയണം. അന്നേരം നമുക്ക് എപ്പോഴും നമുക്ക് അവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ചെല്ലുമ്പോൾ അവർ പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ നോർമാലിറ്റി, അതുപോലെ തന്നെ മൊളാലിറ്റി, ആ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള പെർസെൻറ്റേജ് കാൽക്കുലേഷൻ, മോളാർ ഫ്രാക്ഷൻ, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള ടൈട്രേഷൻ, അത് നമുക്ക് സിലബസിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് നിങ്ങൾ പഠിച്ചോളണം. ഓക്കെ, ജോലി കിട്ടിക്കഴിഞ്ഞതൊക്കെ ഓക്കെ ആക്കാം എന്നൊന്ന് നോക്കിയിരിക്കരുത്, അത് ഓൾറെഡി പഠിച്ചോളണം. അപ്പോൾ നമ്മുടെ പ്രീവിയസ് സിലബസിലും നമ്മുടെ ഈ ഒരു സൊല്യൂഷൻസ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മുടെ അതെല്ലാം ഉണ്ടായിരുന്നു. നമ്മളെങ്ങനെയാണ് റിയേജൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ കാൽക്കുലേഷനും pH അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കണം. ഇനി അപ്പോൾ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി ആ ഒരു കാര്യം മാത്രം നമുക്കൊരു 1-2 ക്ലാസ് കൊണ്ട് അതൊക്കെ പഠിച്ചു തീർക്കാം, അത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, GK ഉണ്ടാവുമോ? ഇപ്പോൾ പ്രീവിയസ് സിലബസിൽ GK ഉണ്ടായിരുന്നു, GK ഉണ്ടാവില്ല, അത് പഠിക്കാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ പലതും നമ്മളിപ്പോൾ യൂട്യൂബിലാണെങ്കിലും പല കാണാൻ പറ്റും. ചിലവർ ചിലപ്പോൾ GKയുടെ ക്ലാസ്സൊക്കെ ഇടാനുണ്ടാവും. അപ്പോൾ അതൊന്നും കണ്ട് കൺഫ്യൂഷൻ ആവരുത്, GK നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ കെമിസ്ട്രി നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അത് സിലബസിൽ വന്നാലും വന്നില്ലെങ്കിലും പഠിക്കണം. GK റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണ്ട. ഓക്കെ, അത് ഓർത്തോളണം കേട്ടോ, അത് പഠിക്കണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ കെമിസ്ട്രി കുറച്ചൊന്ന് നോക്കുക. സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു +2 ലെവൽ കാര്യങ്ങളും മതി നമുക്ക്, അല്ലാതെ വേറെ ഒന്നും വേണ്ട. നമ്മൾ ഏത് ലാബ് ടെക്നീഷ്യൻ ടോപ്പിക്ക് വരുമ്പോഴും എന്താണ് നമ്മൾ ലാബിൽ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ റിയേജൻറ്റും കാര്യങ്ങളും, ഇപ്പോൾ കൊറോസീവായിട്ടുള്ള ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണമല്ലോ. ഫ്ലെയിമബിൾ ഏതൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബേസിക് ലാബ് കെമിസ്ട്രി മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, സൈപ്രോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ സൈപ്രോ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ 9048900045 കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.